ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഞാൻ ഇന്ന് നിങ്ങളുമായി പറയാൻ പോകുന്നത് ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥയാണ്. എങ്കിൽ കഥയിലേക്ക് പോയാലോ? ഒരിടത്തൊരിടത്ത് സ്നേഹനിധിയായ ഒരച്ഛനും അദ്ദേഹത്തിന് 2 ആൺമക്കളും ഉണ്ടായിരുന്നു. വലിയൊരു തറവാടും ഒത്തിരി കൃഷിസ്ഥലങ്ങളും അവർക്കുണ്ടായിരുന്നു. മൂത്ത മകൻ എപ്പോഴും അച്ഛനെ സഹായിച്ച് അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. എന്നാൽ ഇളയവനാകട്ടെ അല്പം കുസൃതിക്കാരനായിരുന്നു. അവന് ആ വീട്ടിലെ അച്ചടക്കവും അവിടുത്തെ പണികളെല്ലാം ചെറുതായി മടുത്തു തുടങ്ങിയിരുന്നു. ഒരു ദിവസം അവൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എനിക്കിപ്പോൾ തന്നെ വേണം. എനിക്ക് ദൂരദേശങ്ങളിൽ പോയി സ്വതന്ത്രനായി ഒന്ന് ജീവിക്കണം. മകന്റെ വാശി കണ്ടപ്പോൾ ആ അച്ഛൻ്റെ മനസ്സൊന്ന് വിഷമിച്ചു. എങ്കിലും അദ്ദേഹം തൻ്റെ സ്വത്തുക്കൾ മക്കൾക്കായി വീതിച്ചു നൽകി. അധികം വൈകാതെ ഇളയ മകൻ തൻ്റെ പണവും വസ്ത്രങ്ങളുമായി ദൂരെയുള്ള ഒരു നഗരത്തിലേക്ക് യാത്രയായി. അവിടെ എത്തിയ അവൻ രാജാവിനെ പോലെ ജീവിച്ചു. കയ്യിൽ ധാരാളം പണമുള്ളതുകൊണ്ട് ഒത്തിരി കൂട്ടുകാർ അവന് ചുറ്റും കൂടി. ദിവസവും ആഘോഷങ്ങളും വിരുന്നുകളും നടന്നു. അധ്വാനിക്കാതെ പണം ചിലവാക്കിക്കൊണ്ടേയിരുന്ന അവൻ ഒടുവിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൻ്റെ പണപ്പെട്ടിയിലെ പണമെല്ലാം തീർന്നു പോയിരിക്കുന്നു. പണം തീർന്നതോടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം അവനെ വിട്ടുപോകാൻ തുടങ്ങി. ആ സമയത്താണ് ആ നാട്ടിൽ വലിയൊരു ക്ഷാമമുണ്ടായത്. കഴിക്കാൻ ആഹാരമില്ലാതെ അവൻ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവസാനം വിശപ്പടക്കാൻ വേണ്ടി അവനൊരു കർഷകന്റെ അടുത്ത് പന്നികളെ മേയ്ക്കുന്ന ജോലിക്ക് ചേർന്നു. പന്നികൾക്ക് നൽകുന്ന തവിട് എങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് അവനൊന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആരും അവനത് നൽകിയില്ല. വിശന്നു തളർന്ന് നിലത്തിരിക്കുമ്പോൾ അവൻ തൻ്റെ വീടിനെ കുറിച്ചോർത്തു. അച്ഛൻ്റെ വീട്ടിലെ വേലക്കാർക്ക് പോലും വയറു നിറയെ ആഹാരം കിട്ടുന്നുണ്ട്. ഞാനോ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാറായി. ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അച്ഛനോട് ഞാൻ മാപ്പ് ചോദിക്കും. ഇനി അങ്ങയുടെ മകനായിട്ടല്ല, ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ അവിടെ താമസിപ്പിക്കണമേ എന്ന് ഞാൻ അച്ഛനോട് അപേക്ഷിക്കും. അവൻ ഉടനെ തന്നെ എഴുന്നേറ്റു. മുഷിഞ്ഞ വസ്ത്രങ്ങളും വാടിയ മുഖവുമായി അവൻ തൻ്റെ നാട്ടിലേക്ക് നടന്നു. കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ ഒരു രൂപം വരുന്നത് അച്ഛൻ കണ്ടു. അത് തൻ്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞ ആ വൃദ്ധനായ മനുഷ്യൻ വാർദ്ധക്യം പോലും മറന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മകൻ അച്ഛൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു. അച്ഛാ, എനിക്ക് പറ്റിപ്പോയി. ദൈവത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇനി എന്നെ മകനെന്ന് വിളിക്കരുത്. പക്ഷെ അച്ഛൻ അവനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. തൻ്റെ വേലക്കാരെ വിളിച്ച് അച്ഛൻ പറഞ്ഞു, വേഗം പോയി എല്ലാ നല്ല വസ്ത്രങ്ങളും കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കൂ. വിരലിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കൂ. നമ്മൾ ഇന്ന് ആഘോഷിക്കണം. കാരണം എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. ഇപ്പോൾ അവന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവനെ കാണാതെ പോയിരുന്നു. ഇപ്പോൾ അവനെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അച്ഛൻ സ്നേഹത്തിൽ അവർ വീണ്ടും സന്തോഷവനായി ജീവിച്ചു. ഈ കഥ നൽകുന്ന ഉപദേശം എന്താണ് നിങ്ങൾക്ക് കേൾക്കണ്ടേ? തെറ്റുകൾ തിരുത്താൻ വൈകിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായാൽ ജീവിതം വീണ്ടും മനോഹരമാക്കാം. മകൻ പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. അവിടെ തന്നെ തുടരാതെ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു എന്നതാണ് അവൻ്റെ വിജയത്തിന് കാരണം. അച്ഛൻ മകനെ വഴക്കു പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. പകരം അവനെ ഓടിച്ചെന്ന് സ്വീകരിച്ചു. സ്നേഹം എന്നത് തെറ്റുകൾ എണ്ണിപ്പറയുന്നതല്ല, മറിച്ച് സ്നേഹത്തോടെ മാപ്പ് നൽകുന്നതാണ് എന്ന് ഈ അച്ഛനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പണമുള്ളപ്പോൾ മകന് ചുറ്റും ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എന്നാൽ പണം തീർന്നപ്പോൾ അവരെല്ലാം അവനെ ഉപേക്ഷിച്ചു പോയി. ലോകത്തിലെ സുഖഭോഗങ്ങളെക്കാൾ മൂല്യമുള്ളത് നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും നമ്മുടെ വീടുമാണെന്ന് ഈ കഥ നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ കഥയിലെ അച്ഛൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും എപ്പോൾ മനസ്താപത്തോടെ തിരിച്ചു വന്നാലും ദൈവം നമ്മെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു എന്നൊരു വലിയ സത്യമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കഥയുമായി കാണാം.